ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ആൻഡ് മെറി ക്രിസ്മസ് ടു എവ്രി വൺ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. എല്ലാവരും ആഘോഷങ്ങളുടെ തിരക്കിലായിരിക്കും അറിയാം. റീഡിംഗ് ഇന്ന് എത്ര പേര് കാണുമെന്ന് അറിയില്ല. എന്തായാലും ശരി, ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ജനറൽ ഗൈഡൻസ് റീഡിംഗ് ആണ്. ഇന്നത്തെ ദിവസം എന്നല്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു ജനറലായിട്ട് ജസ്റ്റ് ഒരു ഗൈഡൻസ് എടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്കുള്ള പോസിറ്റീവ് മെസ്സേജസ് ഇന്നത്തെ ക്രിസ്മസ് ദിവസം നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് എന്താ കിട്ടുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് നിങ്ങൾക്കുള്ള ഒരു മോട്ടിവേഷൻ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് യൂണിവേഴ്സ് തരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സും വെച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എടുത്തോളൂ, ആലോചിച്ചോളൂ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അത് ജനറൽ ആയിട്ടും ഞാൻ പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ആദ്യം ബുക്ക് ഓഫ് ആൻസേഴ്സിന് എടുക്കാം, അത് കഴിഞ്ഞ് ഞാൻ ഡെക്കിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഒരു 2-3 പേജസ് ഞാൻ എടുക്കും. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി അതിനുള്ള ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ജനറൽ ആയിട്ട് നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ലൈഫ് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, എനിക്ക് തോന്നുന്ന പോലെ എടുക്കും ഞാൻ പേജസ്, ബിക്കോസ് ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഗൈഡൻസ് എന്ന രീതിയിൽ തരാനാണ്. സോ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. മെസ്സേജസ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സിറ്റുവേഷനുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്ത് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം, നോക്കാം. ഓക്കെ, the tea leaves have formed the shape of a dollar sign only if you can afford it. ഓക്കെ, ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക എന്ന രീതിക്കാണ്. എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് സ്പെൻഡിങ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വരാനുള്ള ഒരു സാഹചര്യം ആണെങ്കിൽ നിങ്ങളോട് സൂക്ഷിച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെന്ന്, അതായത് അഫോർഡബിൾ ആണ് എന്ന് തോന്നിയാൽ മാത്രം നിങ്ങളത് ചെയ്യുക. ഓക്കെ, നല്ലോണം ആലോചിച്ച് ഒരു ഡിസിഷൻ എടുക്കുക എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിലവ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നല്ലോണം ആലോചിച്ച് സൂക്ഷിച്ച് ആ ചിലവ് ചെയ്യുക എന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നല്ലോണം ആലോചിച്ച് നോക്കുക, എന്നിട്ട് തീരുമാനം എടുക്കുക എന്നാണ് കാണുന്നത്. ഓക്കെ, എന്തോ ചിലവ് വരുന്ന ഒരു ലക്ഷണമാണ്. നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവാം, എന്തെങ്കിലും വാങ്ങാൻ പ്ലാൻ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോകാൻ, എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലവ് ചെയ്യാൻ. ഓക്കെ, അതൊന്ന് ആലോചിച്ച് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു വാർണിംഗ് ആയിട്ട് മേ ബി ആവശ്യമുള്ളതാണോ ആലോചിച്ച് നോക്കുക, അത്യാവശ്യമാണോ എന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. ഓക്കെ, ലെറ്റ്സ് സീ. സീസ് എ ക്രസൻറ്റ് ഇൻ ദ ഹാൻഡ്, ആക്ട് ആസ് ഇഫ് ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ഓക്കെ പ്രോബ്ലം എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് മനസ്സിൽ സങ്കല്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ആക്ട് ആസ് ഇഫ് ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ് എന്ന് വെച്ചാൽ, നമ്മളൊരു ആഗ്രഹമുണ്ട്, ഒരു ജോലിക്ക് കയറണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ ജോലി കിട്ടി എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കണം. ഓക്കെ, അത് വിഷ്വലൈസിങ് മെത്തേഡ് എന്ന് പറയും നമ്മൾ. അതുപോലെ എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെഡി ആവേണ്ടത്, എങ്ങനെയാണ് ഞാൻ പോകേണ്ടത്, ഓഫീസിലേക്ക് എങ്ങനെ പോകണം, എങ്ങനെ ചെയ്യാം, അങ്ങനെ വീട്ടിൽ എന്താ അറേഞ്ച്മെൻറ്റ് ചെയ്യണം, എല്ലാം പോസിറ്റീവായിട്ട് പ്ലാനിങ് ചെയ്യുക. തടസ്സങ്ങളായിട്ട് ആലോചിക്കുകയല്ല പറയുന്നത്, നിങ്ങൾ പോസിറ്റീവായിട്ട്. ഓക്കെ, ഓൾറെഡി എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യും, ഏത് സീറ്റിലിരിക്കും, എങ്ങനെ ഇരിക്കും, എവിടെയായിരിക്കും എൻ്റെ സീറ്റ്, ഞാൻ എന്താണ് എൻ്റെ ഡെസ്കിൽ വെക്കേണ്ടത്, എല്ലാം അങ്ങനെ ആ രീതിക്കൊക്കെ നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷ്വലൈസിങ് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക്, നമ്മളിത് ഒരു മാനിഫെസ്റ്റിംഗ് മെത്തേഡാണ്. ഓക്കെ, ആക്ട് ആസ് ഇഫ് ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്, അതായത് ഓൾറെഡി നടന്ന പോലെ, ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിന് താങ്ക്സ് പറയുക. ഓക്കെ, യൂണിവേഴ്സ് വളരെ നന്ദിയുണ്ട്, എനിക്കിത് ഓൾറെഡി കിട്ടിയതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ഞാൻ എന്തൊക്കെയാ അങ്ങനെ നിങ്ങൾ കിടക്കുമ്പോഴും, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും, ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ എന്താണോ ആഗ്രഹം, ജോലി എന്നല്ല, എന്ത് തന്നെയായാലും, എന്തെങ്കിലും പഠിക്കാൻ പോകാനായാലും ശരി, മാരേജിൻ്റെ റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങളായാലും ശരി, നിങ്ങൾക്ക് അബ്രോഡ് പോയി പഠിക്കണം, ജോലി ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾക്കായാലും ശരി, എന്ത് തന്നെയായാലും നിങ്ങൾ ഓൾറെഡി അതൊക്കെ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിച്ച് കുറച്ച് നേരം അതിനെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് അത് അട്രാക്റ്റ് ആയിട്ട് വരുമെന്നാണ് പറയാറ്. അത് മാനിഫെസ്റ്റിംഗ് മെത്തേഡാണ് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, വേറെന്താണ്, നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട, സിറ്റുവേഷൻ ഡൗട്ട് ചെയ്യരുത്. നിങ്ങൾ ഓൾറെഡി എനിക്ക് കിട്ടും, എനിക്ക് കിട്ടിയിരിക്കും, എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അങ്ങനെ തന്നെ ചിന്തിക്കാം. ഓക്കെ, The 9 of Diamonds, appreciate things as they are. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ അതുപോലെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്താണോ ഉള്ളത് അതിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക.
ഓക്കെ, ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ശരി, ഈവൻ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ലെസൺ ഉണ്ടാവും. അതിനെപ്പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഓക്കെ, ദൈവത്തിനോട് നന്ദി പറയുക എന്ന രീതിയിലാണ്. എന്ത് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പഠിക്കുക. ഓക്കെ, കുറച്ച് കുറവാണെങ്കിലും ശരി, എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും ശരി, സാഹചര്യങ്ങളിൽ എന്തൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും എന്താണോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് അതിൽ നിന്ന് നല്ല മൊമെന്റ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിലെന്താണ് നല്ലതുള്ളത് എന്ന് കണ്ടുപിടിച്ച് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക നിങ്ങൾ ഒരുപാട്. ഓക്കെ, അത് നിങ്ങൾക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് സെൽഫ് ലവ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, 1 more പേജ് എടുത്തേക്കാം, എനിക്ക് രസം. ഓക്കെ, യു ഹാവ് റോൾ നമ്പർ 13 ഡോണ്ട് പെർസ്യൂ ഇറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് ഇവിടെ നിങ്ങൾ എന്തോ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പിന്നിൽ പോകണ്ട എന്ന രീതി എന്ന് വെച്ചാൽ, ഒന്ന് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ പെർസെൻറ്റേജ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കൂ എന്നാണ് പറയുന്നത്. എന്തെങ്കിലും എന്തോ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് നല്ലതിനല്ല, വിട്ട് കളഞ്ഞേക്കൂ എന്ന രീതിയിലാണ്. അതിൻ്റെ പിന്നാലെ പോകണ്ട. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും, അത് നിങ്ങൾ മനസ്സിലാക്കുക ഏതാ വേണ്ടതെന്നുള്ളത്. ഓക്കെ, എന്തോ നിങ്ങൾ ആലോചിക്കുന്ന കാര്യം അതിനൊന്ന് മാറ്റി വെക്കാൻ പറയുന്നുണ്ട്. നേരത്തെയും നമുക്ക് ആ ഡോളറിൻ്റെ കാര്യം വന്നതും ലൈക്ക് മണിയുടെ കാര്യം വന്നതും എവിടെയോ നിങ്ങൾ എന്തെങ്കിലും വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ പോകാനോ എന്തെങ്കിലും ഒരു സ്പെൻഡിങ് എക്സ്ട്രാ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി അത് നിങ്ങൾ നല്ല ആയിരിക്കില്ല, അതിനെക്കുറിച്ച് ആയിരിക്കാം മേ ബി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ചിന്തകളായാലും ശരി. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ടും അതിനെയൊക്കെ നിങ്ങൾ വിട്ട് കളയുക. ഓക്കെ, ഒന്നുകൂടി ലാസ്റ്റ്. ഓക്കെ, 5 പേജ് ആക്കാം. ഓക്കെ, മെഡിറ്റേറ്റ് അബൌട്ട് ഇറ്റ് ടു നൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇതൊരു ബാറ്റിനെ നമ്മൾ ടീ കപ്പിൽ ബാറ്റ് കാണുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ബാറ്റ് എന്ന് പറയുമ്പോൾ വിസ്ഡം എന്ന രീതിയിലാണ് പറയാം. വിസ്ഡം രാത്രി നേരത്തുള്ള വിസ്ഡം. ഓക്കെ, എന്ന് വെച്ചാൽ ബുദ്ധിയാണെന്ന് എന്തോ പറയും ബാറ്റിന്. ഓക്കെ, എനിവേ നിങ്ങളോട് പറയുന്നത് മെഡിറ്റേറ്റ് അബൌട്ട് ഇറ്റ് ടു നൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുക. ഓക്കെ, പ്രാർത്ഥിക്കാനിരിക്കുക. ജസ്റ്റ് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ആൻസേഴ്സോ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിനോട് ചോദിക്കുക, ദൈവത്തിനോട് ചോദിക്കുക. ഓക്കെ, മെഡിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് കണ്ണടച്ചിരുന്ന് കുറച്ച് ദൈവത്തിനോട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ആൻസേഴ്സ് വേണ്ടത് യൂണിവേഴ്സിന് കിട്ടും. ഓക്കെ, സോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൽ കണ്ടു. ഇനി ഇതിലൂടെ ഞാൻ നോക്കാം. ഓൾറെഡി ഷഫിൾ ചെയ്തു അല്ലേ കുറേ നേരം. Okay, traveling. Yes, okay. Maturity. The burden. Inner voice. Very good. Existence. Awareness. Projections. Change. Sorrow. ആൻഡ് ദ ലവേഴ്സ്. വെരി ഗുഡ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ട്രാവലിംഗ് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഒന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണോ വേണ്ടേ എന്നുള്ളത് ആലോചിക്കുക എന്നാണ് നമ്മുടെ ഇതിൽ കണ്ടത്. അല്ലെങ്കിൽ ചിലവർക്ക് ഇവിടെ പഠിക്കാൻ പോകാനോ അങ്ങനത്തെ നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ അതിനെ ഓൾറെഡി നടന്ന രീതിയിൽ സങ്കല്പിക്കാനും പറയുന്നുണ്ട്. സോ ട്രാവലിംഗ് നിങ്ങളുടെ ഒരു മേ ബി ഒരു ട്രാവലിംഗ് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് കാണുന്നുണ്ട്. അതിപ്പോൾ ലിറ്ററൽ ശരിക്കും ഒരു ജോലിക്ക് വേണ്ടി യാത്ര, പഠിക്കാൻ വേണ്ടി യാത്ര, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ യൂഷ്വൽ എന്താ പറയുക ലൈഫിൻ്റെ ജേർണി എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, മെച്യൂരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ മെച്യൂർ ആവുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ വളരെയധികം നിങ്ങളുള്ളിൽ മെച്യൂരിറ്റി വരുന്നുണ്ട്. കാര്യങ്ങളെ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, എവിടെയോ നിങ്ങൾ ഒരുപാട് തിരിച്ചറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസ് ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ലൈഫ് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഐ തിങ്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് റിയലൈസേഷൻ വരാൻ തുടങ്ങുന്നുണ്ട്. ആ മെച്യൂരിറ്റി നിങ്ങളിൽ വരുന്നുണ്ട്. ഇതിവിടെ ഇന്നർ വോയിസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മെഡിറ്റേറ്റ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞു അല്ലേ. നിങ്ങളോട് ദൈവത്തിനോട് സംസാരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ തന്നെ ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കുക. ഓക്കെ, ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ യൂസ് ചെയ്യുക. ഓരോ സിറ്റുവേഷൻ്റെയും ക്ലാരിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് ഡയറക്റ്റ്ലി നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന അഡ്വൈസ് ആയിരിക്കും. ഓക്കെ, ബേർഡൻ എന്ന് പറയുന്നുണ്ട്. ചിലത് വിട്ട് കളയണം. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഡോണ്ട് പെർസ്യൂ ഇറ്റ് എന്ന് കണ്ടു. ചിലത് വിട്ട് കളയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അനാവശ്യമായ ബേർഡൻ നിങ്ങളുടെ മേലെ എടുത്ത് വെക്കാതിരിക്കുക. ഇതൊരു വ്യക്തിയെ തോളിലിരുത്തിക്കൊണ്ട് നടക്കുകയാണ്. അതിന് നമ്മൾ കുറച്ച് കാലം ചെയ്ത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാതെ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വിട്ട് കളഞ്ഞേക്കാം. ആ ബേർഡൻ താഴെ ഇടുക എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളെ തലയിലെടുത്താൽ മതി. അല്ലാത്തത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഐ തിങ്ക് അല്ലെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. ഓക്കെ, ഇവിടെ എക്സിസ്റ്റൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് മനസ്സിലാക്കുക. അത് ഞാൻ പറഞ്ഞു, അവയർനെസ് ആൻഡ് എക്സിസ്റ്റൻസ്. ഓക്കെ, നിങ്ങളുടെ ഈ ലൈഫ് എന്താണ്, ഓക്കെ, യൂണിവേഴ്സ് എന്താണ്, ഈ എനർജി എന്താണ് ഇവിടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയാണ്. ആൻഡ് നിങ്ങൾ കുറേ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ ഈ ലോകത്ത്, നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന രീതിക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം.
ആൻഡ് ഇവിടെ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ഇത് 2 തരത്തിലെടുക്കാം. ഒന്ന്, നിങ്ങളുടെ മൈൻഡിൽ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് നിങ്ങൾ ചിന്തിച്ചാൽ നെഗറ്റീവ് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ആൻഡ് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവ് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. എല്ലാം എനർജിയാണ് നമ്മളിലേക്ക്. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്നത് ഒരു എനർജി ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ പോസിറ്റീവ് എനർജി പുറത്തേക്ക് പോയാൽ പോസിറ്റീവ് നമ്മളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ പുറത്ത് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. ഓക്കെ, പോസിറ്റീവായിട്ട് ആലോചന എപ്പോഴും മനസ്സിൽ കാര്യങ്ങൾ ചിന്തിക്കാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇടയിൽ നമ്മൾ മറ്റേ ബുക്കിൽ നോക്കിയപ്പോൾ എന്തെങ്കിലും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഓക്കെ, അതിൽ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ എന്തോ ഞാൻ പഠിക്കാനുണ്ട് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ്നെസ് വരികയാണ്. ഓക്കെ, എനിക്ക് പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് പകരം ഓക്കെ, ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഞാൻ എന്തോ പഠിക്കാനുണ്ട്, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ നോളജ് എന്നെ ഹെൽപ്പ് ചെയ്യും ലൈഫിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ആ പ്രോബ്ലം തന്നെ നിങ്ങൾക്കൊരു സൊല്യൂഷനും നിങ്ങളുടെ കയ്യിൽ തരും അല്ലേ. സോ ആ രീതിക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക, നല്ല പോസിറ്റീവ് തോട്ട്സ് വെക്കുക നിങ്ങളുടെ മൈൻഡിൽ. ആൻഡ് ഇവിടെ ചേഞ്ച് കാണുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ഓക്കെ, ചേഞ്ചസ് നിങ്ങൾ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ആദ്യം മാറ്റങ്ങൾ കൊണ്ടുവരിക, പുറമേയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങളാണ് പുറത്തും നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ സോറോ, വിഷമിച്ചിരിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് ആ വിഷമത്തിൽ നിന്ന് പുറത്തു വരാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഈ വിഷമത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും എന്നാണ് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ റീയൂണിയൻ പോസിബിൾ കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റീയൂണിയൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടാവും എന്ന് പറയാം. കുറച്ച് പേർക്ക് ഇത് ചോയ്സിൻ്റെ കാര്യമാണ്. നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ ചോയ്സ് എടുക്കുന്ന കാര്യം, അതായത് ചില തീരുമാനങ്ങൾ. ഓക്കെ, ലൈഫിൽ നിങ്ങൾ എന്ത് വേണം എന്നുള്ള ചില ഡിസിഷൻസ് എടുക്കുന്ന സമയമായിരിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങൾക്ക് മെസ്സേജ്. ചിലവർക്ക് ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പേഴ്സൺ ആക്ച്വലി ഇതും കാണുമ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിലേക്ക് ഓക്കെ, നിങ്ങൾക്ക് പറ്റിയ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരും. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും വിട്ടുപോയി അങ്ങനത്തെ വല്ല വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ തിരിച്ച് വരുമെന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു റീയൂണിയൻ എന്ന രീതിയിലേക്കും പറയാം നമുക്ക്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്താ മെസ്സേജസ് ഇന്നത്തെ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.